ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ ആശയറ്റവർക്ക് ആശ്വാസവുമായി സുജാത ഓടിയെത്താൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ജനങ്ങൾക്ക് ആശ്വാസം നൽകിയിട്ടും സ്വന്തം കുടുംബത്തിന്റെ പരാധീനതകൾ പരിഹരിക്കാൻ ഈ പാവത്തിന് സാധിച്ചിട്ടില്ല. പലതവണയായി കളക്ടറേറ്റ് പടിക്കലും സെക്രട്ടേറിയറ്റിന് മുമ്പിലും സമരങ്ങൾ നയിച്ചെങ്കിലും സർക്കാർ അതിനു നേരെ കണ്ണടച്ചു. ശരീരം തളർന്നുപോയ ഭർത്താവിന് കൂട്ടിരിക്കാനുള്ളത് കൊണ്ടാണ് ഇത്തവണ സമരപന്തലിൽ എത്തിച്ചേരാനാവാതെ പോയത്. ഭയങ്കര കഷ്ടത്തിലാണ്. കാരണം 3 മാസം ആവുന്ന സമയത്താണ് നമുക്ക് ഓണർ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇൻസെൻറ്റീവ് ഒക്കെ വരുന്നത്. അതുമായിട്ട് എനിക്കിപ്പോൾ ഒരു മോനാണുള്ളത്. അവനെ സ്കൂളിൽ പഠിപ്പിക്കണം, ഹസ്ബൻഡിൻ്റെ മരുന്നും കാര്യങ്ങളും അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാത്തിനും ബലമല്ലേ, ആ സമയത്ത് നമുക്ക് അതുകൊണ്ട് മുമ്പിലോട്ട് പോകാൻ പറ്റുന്നില്ല. മകന്റെ വിദ്യാഭ്യാസവും ഭർത്താവിന്റെ ചികിത്സയുമെല്ലാം ഈ തുച്ഛവേതനത്തിൽ നിന്നായിരുന്നു കഴിഞ്ഞുപോയത്. ഇന്നിപ്പോൾ അതും പേരിന് മാത്രമായി മാറുന്ന അവസ്ഥയാണ്. അടച്ചുറപ്പില്ലാത്ത വാടക വീടിന് മുൻപിലിരുന്ന് ഒരു നാൾ നീതി പുലരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ജീവിതം തള്ളി നീക്കുന്നത്. ആശാ വർക്കർമാർ ഹാപ്പിയാണെന്ന പ്രഖ്യാപനം നടത്തുന്ന മന്ത്രിമാർ ഒരു ദിവസമെങ്കിലും ഇങ്ങനെയുള്ള സുജാതമാരുടെ വീട്ടിലേക്ക് എത്തണം. അവരുടെ ജീവിതം കണ്ണു തുറന്ന് കാണണം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.